ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു കല്യാണത്തിന് പോയ വിശേഷവുമായിട്ടാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണത്തിന് പോയതാണ്. വയനാട്ടിലാണ് കല്യാണം. നമ്മൾ ഫാമിലി ആയിട്ട് 3 വണ്ടിയിലായിട്ടാണ് പോയത്. ഒരു സൺഡേ ആയിരുന്നു കല്യാണം. അങ്ങനെ നമ്മളൊരു രാവിലെ ഒരു 11 മണിക്കാണ് വിട്ടത്. നല്ല എത്ര പോയാലും ഒരു മടുക്കാത്തൊരു പ്ലേസാണ് വയനാട്. ഞാൻ കുറേ ടൈം പോയിട്ടുണ്ട്, ഫാമിലി ആയിട്ട് തന്നെ ഇങ്ങനെ വയനാട് പോയിട്ടുണ്ട്. എനിക്ക് എപ്പോൾ പോകാനും അവിടെ ഇഷ്ടമാണ്. എവിടെ പോകാനും പ്ലാൻ ഇട്ടാലും ഫസ്റ്റ് വയനാട് പോകാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എന്നാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് വരും നമ്മൾ പോകുന്ന. നമ്മൾ ചുരം കയറാൻ തുടങ്ങിയാലും നല്ല അടിപൊളി മഞ്ഞും മഴയായിരുന്നു. നല്ല രസമായിട്ടായിരുന്നു ആ മഞ്ഞിലേക്ക് കൂടിയുള്ള യാത്ര. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ 3 കാറിലായിട്ടാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന 2 കാറും നമ്മളെ കാറുമായിട്ട് 3 കാറും എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, ഉമ്മ പെങ്ങന്മാരെല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടിയെല്ലാം എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വയനാട്ടിലേക്ക് പോക്കാണ്. നമ്മൾ പോകുന്ന ആ 12 മണി ആ ടൈമിനുള്ള നല്ല മഞ്ഞ്. അന്നേരം അത്രയും മഞ്ഞാണെങ്കിൽ ഈവനിങ് ടൈം ആകുമ്പോഴേക്ക് നല്ല മഞ്ഞ് മൂടലായിരിക്കും. അന്നേരം ഒന്നും ഡ്രൈവ് ചെയ്യാനൊന്നും ശരിക്കും എന്താ പറയുക, റോഡ് വരെ കാണാത്ത അവസ്ഥയായിരിക്കും. അത്രയും മഞ്ഞുണ്ടാവും. അടിപൊളി മഞ്ഞേനും. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നവർക്ക് അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തി, വെറുതെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങെല്ലാം ചെയ്ത് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അവിടുന്ന് നമ്മൾ വിട്ട്. പിന്നെ കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അങ്ങോട്ട് വയനാട് ബാംഗ്ലൂരെല്ലാം കല്യാണം നടക്കാൻ അധികം ഓഡിറ്റോറിയത്തിലല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് അവിടുന്ന് വിട്ട്. അവിടെ എത്താനായേക്കുമ്പോൾ നല്ല മഴ കുറവുണ്ടായിരുന്നു. അവിടെ എത്തുന്നൊരു ചുരത്തിലെല്ലാം നല്ല മഴയും മഞ്ഞല്ലേനു. അവിടെ എത്താനായാലും കുറച്ച് മഴയെല്ലാം കുറഞ്ഞേനു. 2-2.5 മണിക്കൂർ എടുത്തിട്ടുള്ളൂ നമ്മൾ അവിടെ എത്താനായി. അത്രയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്താനായി. അവിടെ എത്തിയപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. കുറേ വണ്ടിയൊക്കെ ഉണ്ടേനു, കുറേ ആൾക്കാരും വണ്ടിയെല്ലാം ഉണ്ടേനു. അവിടെ താഴെ ഫുഡ് കഴിക്കുന്ന ഏരിയ, പിന്നെ മേലെയിലാണ് ഹാളും സ്റ്റേജും പ്രോഗ്രാമെല്ലാം നടക്കുന്ന അവിടെ വെച്ചിട്ടാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് കുറേ ആളെല്ലാം പോയിട്ടുണ്ടായിന്. നമ്മൾ ഉച്ചയിന് എത്താനപ്പോഴത്തേക്ക് ഏകദേശം കല്യാണമെല്ലാം പകുതിയായിന്. പിന്നെ നമ്മൾ സ്റ്റേജിൽ വെച്ച് കുറേ കുട്ടികൾ ഫോട്ടോസ്, നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിന്. കുട്ടികളെല്ലാം ഫോട്ടോന് പോസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പം നമ്മളെല്ലാവരും പോയവരെല്ലാം എല്ലാവരും ഫാമിലി ആയിട്ട് സ്റ്റേജിൽ കയറി ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ താഴെ വന്ന് നല്ല ബിരിയാണിനും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല മഴയേനും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അവിടുന്ന് കല്യാണത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ.